ഗേയ്സ്, ഇന്ന് ഞങ്ങളുടെ അത്ത ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് 52 വർഷമാകുന്നു. മച്ചാൻ്റെ അത്തയാണ്, എൻ്റെ മാമും കൂടിയാണ്. അപ്പോൾ അതിന് നമുക്ക് ഓതാനായിട്ട് നെയ്ച്ചോറും മട്ടൻ കറിയും ചിക്കൻ റോസ്റ്റും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഇതൊക്കെ വേണം. ഞങ്ങൾക്കിങ്ങനെ ചീർണി വെച്ച് ഓതണൊരു ചടങ്ങൊക്കെ ഉണ്ട് കർമ്മ പരിപാടിക്ക്. പിന്നെ അതേ ഞങ്ങൾ ചിക്കനൊക്കെ കഴുകി ആദ്യം അതിന് മസാലയൊക്കെ പുരട്ടി വെച്ച് പിന്നെ അതേ ചിക്കനുള്ള സബോളയെല്ലാം നല്ല കൂട്ടി തിരുമ്പി അതിന് ശേഷമാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തല്ല ചെയ്തത് കേട്ടോ, അല്ലാതാണ് ഞാൻ ചെയ്തത്. സാധാരണ വെപ്പ് പോലെയാണ് വെച്ചത്. അപ്പോൾ ഇത്തിരി സബോള കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്കതിന് അപ്പോഴാണ് ചിക്കൻ്റെ ഗ്രേവി നല്ലോണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സബോള എടുത്തത്. അപ്പോൾ സബോള വഴറ്റുമ്പോഴാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ച പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ കറി റെഡിയാക്കി ഞാൻ എടുത്തിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ്റെ ഉള്ള സബോളയൊക്കെ വഴണ്ട് വന്നപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടു. അതിൽ കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ അതേ തക്കാളി ഇട്ട് കൊടുത്ത് അത് വഴണ്ട് വന്ന് അങ്ങനെ ചിക്കൻ കറി സെറ്റായി വന്നു. അപ്പോഴേക്കും പിന്നെ നമ്മൾ നെയ്ച്ചോറിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളയും കറിവേപ്പിലൊക്കെ നമ്മുടെ മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മുടെ മാളിനെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ അതേ നെയ്ച്ചോറിന് നമ്മൾ ആ പാൻ തന്നെ ചിക്കൻ വെച്ച പാൻ കഴുകി വൃത്തിയാക്കി നമ്മൾ അതിലേക്ക് മാറ്റി വെച്ചിരുന്നു. പിന്നെ അതേ നെയ്ച്ചോറും നമ്മൾ സെറ്റാക്കി എടുത്തു. ക്യാരറ്റ് ഇടാൻ മറന്നതാണ്, ക്യാരറ്റ് മുകളിൽ കൂടുതൽ കാണുന്നത്. പിന്നെ അപ്പോഴേക്കും മക്കാന്മാർ വരുമ്പോഴേക്കും ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി ഷെയ്ക്ക് അടിച്ച് വെച്ചു. പിന്നെ കുപ്പാടെ വക വിഷു കൈനീട്ടം കൊടുത്തതാണ് നമ്മുടെ മണിക്ക്. മണിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. മണി കയ്യിൽ കാശ് കിട്ടിയത് മണിക്ക് തരാൻ വേണ്ടി എന്നെ വിളിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇസലും സഹലും ഉള്ള കാരണം കൊണ്ട് ഇസലും സഹലും കുറച്ച് ഷോർട്സും റീൽസൊക്കെ എടുക്കാൻ പറ്റി. ഞങ്ങൾ ജാസ്മി പെരുമയും സുട്ടുമോളും വൈകുന്നേരമായിട്ടാണ് എത്തിയത്. അവർക്ക് രണ്ടാൾക്കും ജോലിയുള്ള കാരണം കൊണ്ട് എത്താൻ നേരം വൈകി. അപ്പോൾ പിന്നെ അവരെന്തേ കുറച്ച് നേരം വിശേഷം പറഞ്ഞിരുന്ന എല്ലാവരും രാത്രിയായപ്പോഴേക്കും പോയി. പിന്നെ അതേ മാളുവിന് കുറേ ക്ലീനിങ് പണി ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അണ്ണൻ കുറച്ചധികം പ്ലൂർ മാങ്ങ കൊണ്ടുവന്ന് തന്നു. നാളെ വെളുപ്പിന് അവർ ട്രിപ്പ് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലും കൂടിയാണ് നമ്മുടെ മാളൂട്ടി. അപ്പോൾ ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.